നമസ്കാരം. ദിമിത്രി മെദ്വദേവ് പേര് കേട്ടിട്ടുണ്ടാവും. മുൻ റഷ്യൻ പ്രസിഡന്റാണ്. 2008 2012 മധ്യേ, അതായത് പുടിന്റെ ആദ്യ ഇന്നിങ്സിനും രണ്ടാം ഇന്നിങ്സിനും മധ്യേ റഷ്യൻ പ്രസിഡന്റായി 4 വർഷം ഇരുന്നയാളാണ് മെദ്വദേവ്. ഇപ്പോൾ അദ്ദേഹം സുരക്ഷാ സമിതിയുടെ, റഷ്യൻ നാഷണൽ ഡിഫൻസ് കൗൺസിൽ സുരക്ഷാ സമിതിയുടെ വൈസ് പ്രസിഡന്റാണ്. എല്ലാം പുടിൻമയമാണല്ലോ റഷ്യയിൽ. എന്നാൽ പുടിൻ കഴിഞ്ഞാൽ രണ്ടാമനാര് എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ദിമിത്രി മെദ്വദേവ്. അദ്ദേഹം പുടിന് ശേഷം 2012 മുതൽ തുടർച്ചയായി 2020 വരെ 8 വർഷം പ്രധാനമന്ത്രിയും ആയിരുന്നു. അപ്പൊ പുടിന് വലിയ ബുദ്ധിമുട്ടാണ് വ്ളാഡിമിർ പുടിനുമായി കാര്യങ്ങൾ ഡീൽ ചെയ്യാൻ. അതുകൊണ്ട് പുടിന്റെ പൂർണ്ണ പിൻഗാമി, അനുയായി, പിന്തുണക്കാരൻ എന്നൊക്കെ ഒരാളെ പറയാമെങ്കിൽ അത് മെദ്വദേവാണ്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഡൊണാൾഡ് ട്രംപുമായി ഒന്ന് കൊമ്പ് കോർത്തു. അത് പുടിൻ ട്രംപുമായി കൊമ്പ് കോർക്കുന്നതിന് സമാനമാണ്. ട്രംപിന്റെ പ്രസ്താവനകൾ തുരുതുരാ വരികയാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുടെ പശ്ചാത്തലത്തിൽ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള എണ്ണ വ്യാപാരത്തെക്കുറിച്ച് വളരെ ക്രിട്ടിക്കലാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. അതിന്റെ പശ്ചാത്തലത്തിൽ ട്രംപ് നടത്തിയ ഒരു പ്രസ്താവനയാണ്, ഇന്ത്യൻ ഇക്കോണമി and Russian economy, they are both dead economies. ചാത്ത സമ്പദ് വ്യവസ്ഥകളാണ്. ഇനി അവർ തമ്മിൽ എണ്ണ കച്ചവടം നടത്തിയാലും ഇല്ലെങ്കിലും ഇതൊന്നും അമേരിക്കയെ ബാധിക്കുന്ന പ്രശ്നമല്ല എന്ന രീതിയിൽ ട്രംപ് നടത്തിയ പ്രസ്താവനയ്ക്ക് മറുപടിയായി ദിമിത്രി മെദ്വദേവാണ് സംസാരിച്ചത്. പുടിൻ അല്ല സംസാരിച്ചത്. ഒരുപക്ഷെ പുടിൻ അദ്ദേഹത്തെ കൊണ്ട് സംസാരിപ്പിച്ചതായിരിക്കാം. പറഞ്ഞു, ഡെഡ് ഹാൻഡ് എന്നത് മറക്കരുത് എന്ന് ട്രംപിനെ ഒന്ന് ഓർപ്പിക്കുകയാണ്. എന്താണ് ഡെഡ് ഹാൻഡ്? ചത്ത കൈകൾ എന്ന് പറയുന്നത് പൂർണ്ണമായി ഒരുതരം ആണവ ഡിഫൻസ് സംവിധാനമാണ്. അതായത് രണ്ട് പക്ഷത്തും ആണവായുധങ്ങൾ ഏറെയുണ്ട്. റഷ്യക്ക് 6000-ഓളം ആണവായുധങ്ങളുണ്ട്. സോവിയറ്റ് യൂണിയന്റെ കാലത്ത് മുതലുള്ള ആണവായുധങ്ങളുടെ വൻ ശേഖരം റഷ്യയുടെ കൈവശമുണ്ട്. ഉക്രൈനിൽ കുറെ ആയുധങ്ങൾ ഉണ്ടായിരുന്നു, കസാഖിസ്ഥാനിൽ കുറെ അണുവായുധങ്ങൾ ഉണ്ടായിരുന്നു. അതെല്ലാം തന്നെ അമേരിക്കയും റഷ്യയും ഈ രാജ്യങ്ങളും എല്ലാം ചേർന്ന് ഒരു ധാരണയിലൂടെ 1991-92 കാലഘട്ടത്തിൽ റഷ്യക്ക് കൈമാറി. അപ്പൊ അതിന്റെ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറയുന്നത് യൂറോപ്യൻ യൂണിയനും അമേരിക്കയും എല്ലാം ചേർന്ന്, അല്ലെങ്കിൽ റഷ്യ എല്ലാം ഉറപ്പ് കൊടുത്തിരിക്കുകയാണ്, ഉക്രൈനെ ഉൾപ്പെടെ അല്ലെങ്കിൽ കസാഖിസ്ഥാനെ ഉൾപ്പെടെ റഷ്യ ആക്രമിക്കില്ല എന്ന ധാരണയിൽ ഈ ആണവായുധങ്ങളെല്ലാം റഷ്യയുടെ കൈവശമുണ്ട്, ഇപ്പോഴുമുണ്ട്. അവർ കൂടുതൽ ഷാർപ്പായി അത് നിലനിർത്തുന്നു. ഇല്ലായ്മകൾക്കിടയിലും ആണവായുധങ്ങളുടെ കാര്യത്തിൽ യാതൊരു കുറവുമില്ല. ഇടയ്ക്കിടെ പുടിൻ പറയാറുമുണ്ട്, ഉക്രൈൻ യുദ്ധം ജയിക്കാൻ വേണ്ടി വന്നാൽ ന്യൂക്സ് വിൽ ബി യൂസ്ഡ് എന്നും പറയാറുണ്ട്. അത് കേവലം വീൺവാക്കായി മാത്രം കരുതേണ്ടതില്ല പറയുന്നത് പുടിൻ ആയതുകൊണ്ട്. മറുവശത്ത് അമേരിക്കയും റഷ്യയോടൊപ്പം ആണവായുധങ്ങളില്ല എങ്കിലും 5000-നും 6000-നും ഇടയിൽ ആണവായുധങ്ങൾ അമേരിക്കൻ പക്ഷത്തുമുണ്ട്. അല്ലെങ്കിൽ combined European, Western European and American arsenal, nuclear arsenal is comparable to the numbers that Russians have. അതുകൊണ്ട് ആണവ യുദ്ധം ഉണ്ടായാൽ ആർക്കും പൂർണ്ണമായി വിജയിക്കാനാവില്ല, സർവനാശമായിരിക്കും ഫലം. ഡെഡ് ഹാൻഡിനെ കുറിച്ച് മെദ്വദേവ് ട്രംപിനെ ഓർപ്പിച്ചതിന്റെ കാരണം, ട്രംപ് വെറുതെ ആഹ്ലാദിക്കേണ്ട. റഷ്യയെ ആക്രമിക്കാനാണ് പദ്ധതിയെങ്കിൽ അതിതീവ്രമായ ആക്രമണം പലയിടത്തു നിന്നും വന്നാൽ, പ്രത്യേകിച്ച് ന്യൂക്ലിയർ സബ്മറൈൻ ഉൾപ്പെടെ റഷ്യയുടെ ചുറ്റുപാടും അമേരിക്ക വിന്യസിക്കാൻ ഒരുങ്ങിയാണ്. ഏതാനും സബ്മറൈനുകൾ, അന്തർവാഹിനികൾ, ആണവ അന്തർവാഹിനികൾ, പോർമുന വഹിക്കാൻ കഴിയുന്ന അന്തർവാഹിനികൾ വിന്യസിച്ചു കഴിഞ്ഞു. തുടരാനാണ് ഭാവമെങ്കിൽ റഷ്യൻ നേതൃത്വത്തെ, പുടിനും മെദ്വദേവും ഉൾപ്പെടെയുള്ള റഷ്യൻ ഉന്നത രാഷ്ട്രീയ സൈനിക നേതൃത്വത്തെ പൂർണ്ണമായും എലിമിനേറ്റ് ചെയ്താൽ പോലും ആ നിമിഷം റഷ്യയിൽ നിന്നും പല ഇടങ്ങളിൽ നിന്നുമായി ആണവ മിസൈലുകൾ അമേരിക്കയ്ക്ക് നേരെ പാഞ്ഞടുക്കും. അതുകൊണ്ട് റഷ്യൻ നേതൃത്വം മരിച്ചാലും ആണവായുധങ്ങൾ അമേരിക്കയെ നശിപ്പിക്കാൻ പര്യാപ്തമാണ്. ഇത് കോൾഡ് വാർ കാലഘട്ടത്തെ, ശീതയുദ്ധ കാലത്തെ ഒരു പദ്ധതിയാണ് ഡെഡ് ഹാൻഡ്. അതേക്കുറിച്ച് ഓർമ്മിപ്പിക്കുക വഴി ഒരു ആണവ യുദ്ധത്തിന്റെ ഒരു പ്രതീതി പോലും ഉക്രൈൻ വിഷയത്തിൽ ട്രംപ് ആഗ്രഹിച്ച പരിഹാരമുണ്ടായില്ല. അതുകൊണ്ട് അതിനുള്ള റിയാക്ഷൻ അതിന് കടന്നു പോയിരിക്കുന്നു. ട്രംപ് നിരന്തരം അൾട്ടിമേറ്റം കൊടുക്കുകയാണ്. ജൂലൈ മാസം 14-ാം തീയതി പറഞ്ഞു, 50 ദിവസത്തിനുള്ളിൽ റഷ്യ
പിന്മാറിയില്ല എങ്കിൽ, വെടിനിർത്തൽ പ്രഖ്യാപിച്ചില്ല എങ്കിൽ ഞങ്ങൾ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന എല്ലാ രാജ്യങ്ങൾക്കും നേരെ 500% ടാരിഫ്. എന്തും ഏതും പറയുമ്പോൾ ട്രംപ് ടാരിഫ് എന്നാണ് വിളിച്ചു കൂവുന്നത്. ഇന്ത്യക്കെതിരെ പല പ്രാവശ്യം പറഞ്ഞ് നമ്മൾ കേട്ടതാണ്. ഈ ടാരിഫ് പിന്നീട് അത് അദ്ദേഹം മയപ്പെടുത്തി 100% ടാരിഫ് എന്നത് മാറ്റി. പിന്നീട് ജൂലൈ 22-ാം തീയതി അദ്ദേഹം പറയുന്നു 12 ദിവസത്തിനകം, ഇനി ഏതാനും ദിവസത്തിനകം, ഇപ്പൊ ജൂലൈ ഓഗസ്റ്റ് ആദ്യമായി കഴിഞ്ഞു, ഏതാനും ദിവസത്തിനുള്ളിൽ വെടിനിർത്തൽ സാധ്യമായില്ലെങ്കിൽ റഷ്യയെ പൂർണ്ണമായി ഉപരോധത്തിൽപ്പെടുത്തും. ഇത് ട്രംപ് തമാശ പറയുകയാണോ എന്ന് നമുക്ക് തോന്നും. കാരണം ആദ്യമായിട്ടല്ല റഷ്യയും ഇന്ത്യയും ഇറാനും ഒന്നും ഉപരോധം നേരിടുന്നത്, ആദ്യമായിട്ടല്ല എന്നോർക്കണം. ഞാൻ ഈ 3 രാജ്യങ്ങളെ വേണ്ടി പറയാനുള്ള കാരണമുണ്ട്. ഇറാനെതിരെ ദീർഘകാലമായി ഉപരോധമാണ്. ഇറാൻ സംഹൗ സർവൈവ്. ഇന്ത്യക്കെതിരെ 1998 പൊഖ്റാൻ 2 ശേഷം അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചു. ഇന്ത്യ പുഷ്പം പോലാണ് ആ ഉപരോധം മറികടന്നത്. ഇന്ത്യൻ ഇക്കോണമിക്ക് അതിനുള്ള റെസിലിയൻസ് ഉണ്ട്, റഷ്യൻ ഇക്കോണമിക്കും അതിനുള്ള റെസിലിയൻസ് ഉണ്ട്. റഷ്യക്ക് വിൽക്കാനുള്ളത് എണ്ണയാണ്. തീവ്ര അതിഭീമമായ ഹൈഡ്രോ കാർബൺ റിസർവ്സ് റഷ്യക്കുണ്ട്. ചൈനയ്ക്കും ഇന്ത്യക്കും വേണ്ടതും എണ്ണയാണ്. വളരെ ലാഭകരമായ രീതിയിൽ സുഗമമായി റഷ്യ ചൈനയ്ക്കും ഇന്ത്യക്കും എണ്ണ സപ്ലൈ ചെയ്യുകയും അത് വാങ്ങാൻ ഈ രാജ്യങ്ങൾ തയ്യാറാവുകയും ചെയ്താൽ ഒരു ഉപരോധവും വിലപ്പോവില്ല. ഇറാൻ എണ്ണ വേണ്ട, റഷ്യയുടെ ഇറാൻ എണ്ണ കൊണ്ട് കയറ്റുമതിക്ക്. അപ്പൊ റഷ്യ, ഇറാൻ, ഇന്ത്യ, റഷ്യ ഈ രാജ്യങ്ങളെല്ലാം ഇന്ന് ബ്രിക്സിന്റെ ഭാഗവുമാണ്. ട്രംപിനെ അലോസരപ്പെടുത്തുന്ന വലിയൊരു കാര്യം ബ്രിക്സ് കൂട്ടായ്മയാണ്. അതേക്കുറിച്ച് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായി പ്രതിപാദിക്കാം. അതുകൊണ്ട് അതിൽ ഞാൻ ആ കാര്യം ഞാൻ ഇപ്പോൾ കൂടുതലായി പറയുന്നില്ല. പക്ഷെ ആണവ യുദ്ധം എന്നത് ഒരു റിയാലിറ്റിയോട് അടുക്കുന്നുവോ എന്ന ഒരു ഭയാശങ്കയുടെ മധ്യത്തിലാണ് ലോകം ഇപ്പോൾ. അതുകൊണ്ട് റഷ്യക്കെതിരെയുള്ള സാങ്ഷൻസ് അമേരിക്കയ്ക്ക് പൂർണ്ണമായി നടപ്പാക്കാൻ കഴിയില്ല എന്ന് ഉറപ്പായ സ്ഥിതിക്ക് ട്രംപിന്റെ പ്രഖ്യാപനങ്ങൾ കേവലം ജൽപ്പനങ്ങളായി മാറാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇനി നോക്കൂ, ഇക്കോണമിയുടെ വലിപ്പം നോക്കൂ. ഈ ബ്രിക്സ് രാജ്യങ്ങളുടെ, പ്രത്യേകിച്ച് ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക, പുതിയതായി കടന്നു വരുന്ന രാജ്യങ്ങൾ, അതായത് ഇറാൻ, അതുപോലെ ഈ മറ്റ് രാജ്യങ്ങളുണ്ട്, ഈജിപ്റ്റ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ, ഇതെല്ലാം എത്യോപ്യ, രാജ്യങ്ങളെല്ലാം ചേരുമ്പോൾ 10 രാജ്യങ്ങൾ ചേർന്ന് കഴിയുമ്പോൾ ലോക സമ്പദ് വ്യവസ്ഥയുടെ 27% നിലവിൽ ഈ രാജ്യങ്ങളാണ്. G7 എല്ലാം കൂടെ ചേരുമ്പോൾ തത്തുല്യമായ ഒരു നമ്പറേ ഉള്ളൂ, 28.1% മാത്രമേ ഉള്ളൂ. ഇനി വളർച്ചാ നിരക്ക് നോക്കിയാലോ, ബ്രിക്സ് രാജ്യങ്ങളുടെ വളർച്ചാ നിരക്ക് വളരെ മെച്ചമാണ്. G7 ഓൾറെഡി വികസിതമാണ്. അമേരിക്കയോടൊപ്പം തന്നെ കാനഡയും പശ്ചിമ യൂറോപ്പിലെ ജർമ്മനിയും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും എല്ലാം ചേരുന്ന, ജപ്പാനും എല്ലാം ചേരുന്ന G7 വളർച്ചാ നിരക്ക് പരിമിതമാണ്. അതുകൊണ്ട് ഭാവി അത്ര ശോഭനമല്ല അമേരിക്കയെ സംബന്ധിച്ചിടത്തോളവും പാശ്ചാത്യ ലോകത്തെ സംബന്ധിച്ചിടത്തോളം. അമേരിക്ക വിരട്ടിയാൽ ഏൽക്കുന്നത് ഒരുപക്ഷെ യൂറോപ്പിന് മാത്രമായി. കാരണം യൂറോപ്പിന് നേരെ റഷ്യ ആണവായുധം പ്രയോഗിക്കും എന്ന ഒരു ഭീഷണി നിലവിലുണ്ട്. അതുകൊണ്ട് അമേരിക്കയുടെ സൗഹൃദം, സഹകരണം, സഹായം ആവശ്യമാണ്. പക്ഷെ പൂർണ്ണമായി അമേരിക്കയ്ക്ക് വിധേയപ്പെട്ടു നിൽക്കാൻ യൂറോപ്യൻ രാജ്യങ്ങൾ, പ്രത്യേകിച്ച് പശ്ചിമ യൂറോപ്പിലെ ഫ്രാൻസ് ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ തയ്യാറാവുന്നില്ല എന്നതും പ്രത്യേകമായി നമ്മൾ ഓർമ്മിക്കേണ്ട കാര്യമാണ്. അതുകൊണ്ടാണ് റഷ്യയെ വിരട്ടാം. റഷ്യ വല്ലാതെ മെലിഞ്ഞിരിക്കുന്നു, റഷ്യയുടെ ദുർമേധസ് പോയിരിക്കുന്നു. റഷ്യക്ക് വെളിയിൽ നിന്നും സൈന്യങ്ങളും അല്ലെങ്കിൽ ട്രൂപ്സും ആളുകളും ഒക്കെ സോഴ്സ് ചെയ്യേണ്ടി വന്നു. കൊറിയൻ ഏകാധിപതി കിം ജോങ് ഉന്നിന്റെ പോലും സഹായം റഷ്യക്ക് വേണ്ടി വന്നിരിക്കുന്നു. ഇറാന്റെ ഡ്രോണുകൾ ഉൾപ്പെടെ റഷ്യക്ക് വേണ്ടി വന്നിരിക്കുന്നു. പക്ഷേ റഷ്യ മുന്നോട്ട് വെച്ച കാലം മുന്നോട്ട് തന്നെയാണ്. അത് പിൻവലിക്കണമെങ്കിൽ പുടിൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടപ്പാവണം. ഉക്രൈനെ അമേരിക്ക സഹായിച്ചുകൊണ്ടേയിരുന്നു. പിന്നീട് പെട്ടെന്ന് സെലൻസ്കി അമേരിക്ക വിളിച്ച് 4 വർത്തമാനം പറഞ്ഞു. എന്നിട്ട് ഗൺ പോയിന്റിൽ കരാർ ഒപ്പിടിപ്പിച്ചു. ഇതാണ് ധാതു കരാർ. ഇതൊക്കെ അയഥാർത്ഥമായ കാര്യങ്ങളാണ്. മനസ്സോടെയാണ് ഉക്രൈൻ വഴങ്ങി നിൽക്കുന്നത്. അതേസമയം റഷ്യ പൂർണ്ണമായി ആക്രമണ സജ്ജമായി നിൽക്കുന്നു. അതുകൊണ്ട് ട്രംപിന്റെ വിരട്ടലുകൾ ഏൽക്കുമെന്ന പ്രതീക്ഷയായിരുന്നു ഇതുവരെ. റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള വ്യക്തിപരമായ ഊഷ്മള ബന്ധം
അതുണ്ടെങ്കിൽ 24 മണിക്കൂറിനുള്ളിൽ പൂർണ്ണമായി യുദ്ധവിരാമം എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞത്. അധികാരത്തിലേറെ 6 മാസം കഴിഞ്ഞു, യുദ്ധവിരാമം ഇല്ല എന്നല്ല, ഇപ്പോൾ റഷ്യയും അമേരിക്കയും തമ്മിൽ മുഖാമുഖം നിൽക്കുന്ന ഒരു രീതിയിലേക്ക് ലോകം മാറിയിരിക്കുന്നു. അതീവ വിനാശകരമായ ഒരു അന്തരീക്ഷമാണത്. അതുകൊണ്ടാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ള, ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചത്, ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഒരു പുനരാലോചന നടത്തേണ്ട സമയമാണ്. അമേരിക്കയെ നമ്പി നിന്നാൽ, പൂർണ്ണമായി നമ്പി നിന്നാൽ അത് ആപത്തായിരിക്കും എന്ന് പലയാവർത്തി പല രാജ്യങ്ങളുടെ അനുഭവത്തിൽ നിന്നും തെളിഞ്ഞിട്ടുള്ളതാണ്. There is food for thought for India. റഷ്യയുമായുള്ള പരമ്പരാഗതമായ സൗഹൃദം നിലനിർത്തിക്കൊണ്ട് തന്നെ അമേരിക്കയുമായി വേണ്ട വിട്ടുവീഴ്ചകൾ, ട്രേഡ് നെഗോസിയേഷൻ നടത്തി പിടിച്ചു നിൽക്കാനും നേട്ടമുണ്ടാക്കാനും ശ്രമിക്കാമെന്നത് ഇന്ത്യയുടെ ഒരു ആഗ്രഹമാണ്, പശ്ചാത്തലമാണ്. അതാണ് പശ്ചാത്തലം. അതുകൊണ്ട് ലോകമഹായുദ്ധത്തിലേക്ക് റഷ്യ അമേരിക്ക സ്റ്റാൻഡ് ഓഫ് ഓവർ ഉക്രൈൻ നീങ്ങാതെ ഇരിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം.